ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2026 ജനുവരി ഇൻടേക്കിലെ MBA MCA പ്രോഗ്രാംസ് ഓപ്പൺ ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്രാവശ്യത്തെ MBA MCA പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത കൂടി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുണ്ട്. എന്താണത്? അതായത് എൻട്രൻസ് എക്സാമിലൂടെ ആണ് നമ്മളുടെ കാൻഡിഡേറ്റ്സിനെ MBA MCA പ്രോഗ്രാംസിലോട്ട് സെലക്ട് ചെയ്തത്. അതും 100 സീറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള MBA അല്ലെങ്കിൽ MCA ഒക്കെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഒരു സുവർണ അവസരമാണ് നമുക്ക് വന്നത്. അതായത് ഒരുപാട് ആൾക്കാരോട് എൻട്രൻസ് എക്സാം എഴുതി കോമ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ PG നമ്മൾ സ്വന്തമാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് എക്സാം വരാൻ പോകുന്നത്, എപ്പോഴായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ എന്താണ് അതിന്റെ ക്രൈറ്റീരിയ, എൻട്രൻസ് എക്സാമിന്റെ സിലബസ് എന്താണ്, എവിടേക്ക് വെച്ചിട്ടാണ് എക്സാം നടക്കുക, എത്ര LSC സെന്റേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. 2026 ജനുവരി 22 അഡ്മിഷന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നമുക്ക് ഫെബ്രുവരി 15 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ MBAക്ക് ആണെങ്കിൽ MCAക്ക് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ UGC അംഗീകൃതമായിട്ടുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി സ്വന്തമാക്കിയാൽ മതി. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 100 ഓരോ പ്രോഗ്രാംസിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ UGC ഡയറക്ഷൻസ് പ്രകാരം നമുക്ക് MBAക്ക് 100 അഡ്മിഷൻസും അതുപോലെ തന്നെ MCAക്ക് 100 അഡ്മിഷൻസും ആണ് ഈ ഒരു ബാച്ചിലോട്ട് വരുന്നത്. രണ്ടിൻ്റെയും അഡ്മിഷൻസ് എൻട്രൻസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എൻട്രൻസ് ബേസ്ഡ് ആയിട്ടാണ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്ത് ഇപ്രാവശ്യം സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നത്. ഈ 3 ജില്ലകളിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് എൻട്രൻസ് എക്സാം നടക്കുന്നത്. കൂടാതെ നമുക്ക് പലതരത്തിലുള്ള എക്സാം സെന്റേഴ്സ് ഉണ്ടാവും. പക്ഷെ നമുക്ക് 3 മെയിൻ ആയിട്ടുള്ള സിറ്റികളിലാണ് നടക്കുന്നത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോടായിരിക്കും നമ്മുടെ 3 LSC സെന്റേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ എല്ലാവരും ഈ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കാം 3 LSC സെന്റേഴ്സ് ആണ് ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത്. എന്താണ് ഇതിന്റെ ജനറൽ കണ്ടീഷൻസ് കാര്യങ്ങൾ എന്നുള്ളതും എങ്ങനെയാണ് ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ എന്നുള്ളതും നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ആണ് 100% വെയിറ്റ്, അതായത് 100%ഉം എൻട്രൻസ് എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. നമ്മുടെ പ്രീവിയസ് ഡിഗ്രിയിലെ മാർക്കോ കാര്യങ്ങളൊന്നും ഇതിന് ബാധകമാവില്ല. അപ്പോൾ ഇതിന്റെ എൻട്രൻസ് എക്സാമിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. മൊത്തം 120 മിനിറ്റിന്റെ ഡ്യൂറേഷനിലാണ് എക്സാം നടക്കുന്നത്. ഫുള്ളി OMR ബേസ്ഡ് ആയിരിക്കും, അഥവാ നമുക്കറിയാം MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ PSC എക്സാം ഒക്കെ എഴുതുന്ന പോലെ ആയിരിക്കും നമുക്ക് എക്സാംസ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംപിളി നല്ല മാർക്ക് സ്കോർ ചെയ്യാം. നമുക്ക് എല്ലാത്തിനെ കുറിച്ച് നോളജ് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫുൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എജുതാലിം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എജുതാലിം MBA MCA പ്രോഗ്രാംസിന് വേണ്ടിയിട്ടല്ല, ശ്രീനാരായണഗുരുവിലെ എല്ലാ UG PG കോഴ്സുകൾക്കുള്ള സപ്പോർട്ട്സ് കാര്യങ്ങൾ എജുതാലിം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എജുതാലുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ എൻട്രൻസ് എക്സാമിന്റെ സിലബസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ആദ്യം വരുന്നത് കമ്പ്യൂട്ടർ അവയർനെസ് ആൻഡ് ബേസിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമായിരിക്കും. അതിൽ എന്തൊക്കെയാണ് ഫണ്ടമെന്റൽസ്, കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽസ് എന്തൊക്കെയാണ്, ഹാർഡ്വെയർസ്, സോഫ്റ്റ്വെയർ, മെമ്മറി യൂണിറ്റ്, ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്സിനെ കുറിച്ചും ബേസിക് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സുകളും ഇന്റർനെറ്റ് ടെക്നോളജീസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. പിന്നെ മാത്തമാറ്റിക്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ആണ് 25 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. കമ്പ്യൂട്ടർ അവയർനെസ്സിൽ നിന്ന് നമുക്ക് 20 ക്വസ്റ്റ്യൻ ആണ് വരിക. മാത്തമാറ്റിക്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി നമുക്ക് 25 ക്വസ്റ്റ്യൻ വരും. അതിൽ നമ്പർ സിസ്റ്റംസ്, പെർസെൻറ്റേജ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ നമുക്ക് ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി ഉണ്ട്. അതിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കോഡിംഗ് ഉണ്ടായിരിക്കും, ബ്ലഡ് റിലേഷൻസ് ഉണ്ടായിരിക്കും, ഡയറക്ഷൻ ഉണ്ടായിരിക്കും, അനലോഗി ഉണ്ടായിരിക്കും, അതുപോലെ ലോജിക്കൽ പസൽസും സില്ലോജിസവും കാര്യങ്ങളുമാണ് അതിൽ വരുന്നത്. കൂടാതെ വെൻ ഡയഗ്രാമിന്റെ ഭാഗവും ഉണ്ടാവും. പിന്നെ നമുക്ക് ജനറലി ഇംഗ്ലീഷ് അല്ലെങ്കിൽ വെർബൽ എബിലിറ്റി ആണ് വരുന്നത്. അതിൽ നിന്ന് ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. വെർബൽ വരുന്ന സമയത്ത് നമ്മുടെ വൊക്കാബുലറി, അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രഹെൻഷൻ, ബേസിക് ഗ്രാമർ തന്നെ ടെൻസും ആർട്ടിക്കിൾസും പ്രപ്പോസിഷൻസും സബ്ജക്റ്റും വെർബും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് കൂടാതെ ജനറൽ നോളജിൽ നിന്ന് നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കറണ്ട് അഫെയറിൽ നിന്ന് നമുക്ക് എന്താ ലാസ്റ്റ് ഒരു 12 മാസത്തിനുള്ളിൽ വരുന്ന കറണ്ട് അഫെയർസ് ഉണ്ടായിരിക്കും. ബേസിക് ആയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ടായിരിക്കും. പിന്നെ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിനെ കുറിച്ചും അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജിയും അതുപോലെ തന്നെ എമർജിംഗ് ആയിട്ടുള്ള ടെക്നോളജീസിനെ കുറിച്ച്, അതായത് നമ്മുടെ AI ഡാറ്റ സയൻസിനെ പോലുള്ള കാര്യങ്ങളുമാണ് നമുക്ക് MCA പ്രോഗ്രാംസിന്റെ എക്സാമിന്റെ സിലബസ് ആയിട്ട് വരുന്നത്. ഇനി MBAയുടെ എൻട്രൻസ് എക്സാമിന്റെ സിലബസിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ആദ്യം മൊത്തം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 120 മിനിറ്റിന്റെ എക്സാം ആണ് വരുന്നത്. അതിൽ OMR ബേസ്ഡ് തന്നെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ മാനേജറിയൽ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും. 20 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ മാനേജറിയൽ തിങ്കിങ് ആൻഡ് എത്തിക്കൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞത്.
എങ്ങനെ ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ലീഡർഷിപ്പ് ആൻഡ് ടീം വർക്ക്, ബിസിനസ് എത്തിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, വർക്ക് എത്തിക്സ്, പ്രൊഫഷണൽ വാല്യൂസ് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പിന്നെ ജനറൽ അവയർനെസ് ആൻഡ് ബിസിനസ് അവയർനെസ്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, ലാസ്റ്റ് 12 മന്ത്സിലെ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, ഇന്ത്യൻ എക്കോണമിയിലെ ബേസിക് കോൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ബിസിനസ് കോർപ്പറേറ്റ് ന്യൂസുകൾ ഉണ്ടാവും, ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ അവയർനെസ് ഉണ്ടാവും, ഗവൺമെൻറ് സ്കീമുകളും പോളിസികളും ഉണ്ടാവും, അവാർഡ്, സ്പോർട്സ്, ബുക്ക് ആൻഡ് ഓതേഴ്സ് അതിൽ നിന്നാണ് കൂടുതൽ. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 25 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ നമ്പർ സിസ്റ്റവും പെർസെൻറ്റേജും റേഷ്യോ പ്രപ്പോർഷൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസും സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ആവറേജും ടൈം ആൻഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വെർബൽ ആൻഡ് റീഡിംഗ് കോംപ്രഹെൻഷൻ, അതായത് ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. പിന്നെ ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിങ്ങിനും 25 നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വരുന്നുണ്ട്? 100 സംതിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട് അല്ലേ. നമുക്ക് 120 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 120 ഓരോ ക്വസ്റ്റ്യൻസിനും 20 മാർക്ക് വെച്ചിട്ട്, ഓരോ ക്വസ്റ്റ്യൻസിനും നമുക്ക് 1 മിനിറ്റ് വെച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ 120 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഓപ്പൺ മെറിറ്റിൽ നമുക്ക് 50%, അതായത് 100ൽ 50 സീറ്റും നമുക്ക് എൻട്രൻസ് എക്സാമിൽ ഓപ്പൺ മെറിറ്റ് ആയിട്ട് ഓപ്പൺ കോട്ട ആയിരിക്കും. പിന്നെ ബാക്കി 10% EWS കമ്മ്യൂണിറ്റിക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ട് 30% എന്ത് ചെയ്തിട്ടുണ്ട്? റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി 10% ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിനായിരിക്കും. ഇതാണ് നമ്മുടെ മൊത്തം 100 സീറ്റിൻ്റെ അല്ലേ. 100 സീറ്റ് 50 സീറ്റ് ഓപ്പൺ മെറിറ്റ് ആയിട്ട് വരും, 10 സീറ്റ് EWSനും, 30% നമ്മളുടെ OBC കാറ്റഗറിയിലാണ് വരുന്നത്, ബാക്കി 10% നമുക്ക് വരുന്നത് നമ്മുടെ SC ST കാറ്റഗറിയിലാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു MBA അല്ലെങ്കിൽ MC ഒക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എൻട്രൻസ് എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് ആൾക്കാരോട് നമുക്ക് മത്സരിച്ചിട്ട് വേണം നമുക്ക് നമ്മളുടെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി. അതിൻ്റേതായിട്ടുള്ള വാല്യൂ ആ ഒരു കോഴ്സിന് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനിയും കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സൊല്യൂഷനുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ട്സ് കാര്യങ്ങളും എജുതാലിം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എജുതാലിയുമായിട്ട് കണക്ട് ചെയ്യാനും നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനും മറക്കേണ്ട. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.